ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിനയം വളരെ സങ്കടത്തോടു കൂടി തൻ്റെ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ലതികയിൽ ലംബോദരനും വരികയാണ്. കാരണം വിനയൻ്റെ ഇരിപ്പ് മാതിരിയുള്ള ഇരിപ്പാണ് കേട്ടോ. വിനയന് സങ്കടം താങ്ങാനാവാതെ താൻ ചെയ്തു പോയ കുറ്റബോധം അത് വിനയനെ നീറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വിനയൻ ഇരിക്കുന്ന സമയത്ത് ലതിക പറയണ, മോനെ നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ, നിനക്ക് ആ ജോലി കിട്ടും എന്നൊക്കെ പറയുമ്പോൾ, ഇല്ല അമ്മ, അതിന് എനിക്ക് ഇങ്ങനെ പോലീസ് സർട്ടിഫിക്കറ്റ് കിട്ടണ്ടേ എന്ന് പറഞ്ഞ ഉടൻ തന്നെ അത് കിട്ടൂടാ, ഞാൻ എന്തായാലും അനന്ത മാഷിനോട് സംസാരിക്കാം, എൻ്റെ മകൻ നേരെയെങ്കിൽ യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് സമാധാനപ്പെടുത്തണം കേട്ടോ. എന്നാൽ ഈ സമയം മഞ്ചാടിയാണ് കാണിക്കുന്നത്. മഞ്ചാടിയുടെ അഹങ്കാരം കൂടിപ്പോയി എന്ന് ചീരുവും അനുപമയും പറയാണ്. എന്തിനാടി നീ രഘുവേട്ടനോട് ഈ പറയുന്ന അമ്പിളി ചേച്ചിയോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചെന്ന് പറഞ്ഞ ഉടനെ അവരുടെ സംസാരം കേട്ട അങ്ങനെയല്ല, അതിലപ്പുറം പറയാൻ തോന്നുമെന്ന് പറയാം കേട്ടോ. എന്നാൽ ഈ സമയം അനുപമ പറയാൻ, അതൊക്കെ അവിടെ നിൽക്കട്ടെ, നീ ആരുടെ കൂടെയാണ് വന്നത് എന്ന് പറഞ്ഞ ഉടനെ, അതെ, ഗോകുലിൻ്റെ കൂട്ടുകാരൻ അർജുൻ, അവൻ്റെ കൂടെയാണ് വന്നത്. അത് കേൾക്കുന്ന ചീരു പറയാണ്, ആ സഹായമൊക്കെ തേടുന്നത് നല്ലതാണ്, പക്ഷേ ഇങ്ങനെയൊക്കെ സഹായം തേടിയത് കൊണ്ടാണല്ലോ പണ്ട് ഈ പറയുന്ന ജീവരാജ് എന്ന് പറയുന്ന ആളുടെ ഇടയിൽ നീ ഇങ്ങനെ ആയത് എന്ന് പറയുമ്പോൾ, അതൊക്കെ ശരിയാ, എൻ്റെ ചേച്ചിമാരിപ്പോൾ എന്ത് മയത്തിലാണ് എന്നോട് സംസാരിക്കുന്നത്, ആ സംസാരം കേൾക്കുമ്പോൾ മനസ്സിനൊരു സുഖമുണ്ട്. എന്നാൽ അമ്പിളി ചേച്ചിയുടെ ഈ പറയുന്ന രഘുവേട്ടൻ്റെയൊക്കെ സംസാരം കേൾക്കുമ്പോൾ മനുഷ്യന് ആ ചതി ചൊറിച്ചിലാണ് ഒന്ന് വരുന്നത് എന്ന് പറഞ്ഞ ഉടനെ തന്നെ അവിടെ അനുഭവം പറയണേ, മോളെ നീ ഒരു കാര്യം ചിന്തിക്കണം, നീ അവരോട് അങ്ങനെയല്ലേ സംസാരിച്ചത്, അപ്പോൾ അവരും നിന്നോട് അങ്ങനെയല്ലേ സംസാരിക്കുക എന്ന് പറയുമ്പോൾ, ഇനിയിപ്പോൾ ഞാൻ എന്താ വേണ്ടത്, അവരോട് സോറി പറയണോ, എന്നാൽ ഞാൻ സോറി പറഞ്ഞിട്ട് വരാം രഘുവേട്ടനോടും അമ്പിളി ചേച്ചിയോടും എന്ന് പറഞ്ഞ ഉടനെ തന്നെ അവിടെ അനുഭവം പറയണേ, ഇപ്പം നീ എന്തായാലും സോറി പറയണ്ട, നീ ഇപ്പോൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയാം കേട്ടോ. എന്നാൽ സ്നേഹത്തിൻ്റെ വില അറിയാത്തവരെ സ്നേഹിച്ചത് കൊണ്ട് തനിക്ക് കിട്ടിയ ശിക്ഷ എന്തെന്ന് രഘു മനസ്സിലാക്കാൻ കേട്ടോ. കാരണം രഘു അമ്പിളിയോട് പറയണേ, എന്നാലും അവരുടെയൊക്കെ സംസാരം കേൾക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു വേദനയാവുന്നു. അപ്പോൾ അമ്പിളി പറയണേ, രഘുവേട്ട ഇങ്ങനെ സങ്കടപ്പെടല്ലേ, എല്ലടോ, ശരിക്കും നമ്മുടെ മനസ്സിൽ എന്താണ് പ്രശ്നമെന്ന് വെച്ചാൽ നമ്മളെല്ലാവരെയും ആത്മാർത്ഥമായി സ്നേഹിക്കും, അവർക്കൊരു പ്രശ്നം വരുമ്പോൾ അവർ നമ്മളെ സഹായിക്കാൻ ശ്രമിക്കും, അതൊക്കെയാണ് നമ്മുടെ വീഴ്ച എന്നിങ്ങനെ രഘു പറയണേ കേട്ടോ. ഇതേ സമയം അമ്പിളി പറയണേ, എനിക്ക് മനയിൽ നിൽക്കണമെന്ന് യാതൊരു ഇഷ്ടവുമില്ല, മനസ്സമാധാനം എന്തെന്ന് ഈ മലയിൽ നിൽക്കുമ്പോൾ അറിയുന്നില്ല, അതുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോവാം എന്ന് പറഞ്ഞ ഉടനെ രഘു പറയാണ്, അതൊക്കെ ശരി തന്നെ, പഞ്ചരത്നത്തിലോട്ട് തന്നെ പോവാം, പക്ഷേ അവിടെ ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ, അവിടെ ചെന്നാൽ ആ സ്വർണ്ണം അവിടെ ഇരിപ്പുള്ള സമയത്ത് ഞാൻ അങ്ങോട്ടേക്ക് പോയാൽ അത് ഞാൻ മോഷ്ടിച്ചു എന്ന പേരുദോഷം എനിക്ക് വരില്ലേ, അതുകൊണ്ട് ആ സ്വർണ്ണം അമ്മാവനോട് വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ബാങ്ക് ലോക്കറിൽ വെക്കാൻ, അത് വെച്ചതിന് ശേഷം നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അത് കേൾക്കുന്ന അമ്പിളി പറയാണ്, ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ കള്ളൻ എന്ന പേരും കൂടിയേ ഇനി രഘുവേട്ടനെ കേൾക്കാനുള്ളൂ, അത് വേണ്ട, അത് പറഞ്ഞത് ശരിയാണ്, അതുവരെ ഇവിടെ പിടിച്ചു നിൽക്കാം. എന്തായാലും അച്ഛനോട് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ, ഇല്ല, അമ്മാവനോട് ഒന്നും തന്നെ ഞാൻ പറഞ്ഞിട്ടില്ല, കാരണം ആ മനുഷ്യൻ്റെ മനസ്സ് വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല, ആ മനുഷ്യൻ പാവമാണ് എന്ന് പറയട്ടോ. എന്നിട്ട് രഘു പറയണേ, എന്തായാലും നമുക്ക് ഈ വീട്ടിൽ നിന്ന് താമസം മാറാം എന്ന് പറയുമ്പോൾ അമ്പിളി പറയണേ, എനിക്ക് തോന്നുന്നില്ല ഈ മനയിൽ വന്ന് അച്ഛൻ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഉടൻ തന്നെ അവിടെ രഘു പറയാണ്, അതെനിക്കറിയാം, അതുകൊണ്ടാണല്ലോ, പിന്നെ ഇവളെ ദയയും മഞ്ചാടിയും ഇവിടെ നിർത്തി പോകാനും പറ്റില്ലല്ലോ, അനുപമയാണെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ സത്യൻ്റെ കൂടെ പോവുകയും ചെയ്യും, ഇങ്ങനെയൊക്കെ ആയ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, അതുകൊണ്ട് എന്താ കാണിക്കുക എന്ന് പറഞ്ഞ ഉടൻ തന്നെ രഘു പറയണേ, ആരെയും സ്നേഹിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ള ഒരു പാഠം, ജീവിതത്തിൽ ആത്മാർത്ഥമായി ആരെയും സ്നേഹിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇനിയും ഒരു പ്രശ്നം വരുമോ എന്ന് പേടിച്ച് നമ്മൾ ഈ മനയിൽ നിന്ന് പോവാതെ അവർക്ക് കാവലായി നിൽക്കുമ്പോൾ ഒരു പട്ടിയെ പോലെ ആവുന്നു എന്നുള്ള ആ അർത്ഥം രഘു പറയൽ കഴിഞ്ഞു കേട്ടോ. എന്നാൽ ഈ സമയം ഇങ്ങനെ വിനയനെയാണ് കാണിക്കുന്നത്. വിനയൻ അമ്പലത്തിൽ ചെന്നിരിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിക്കുന്നത് കണ്ട് ഭാനുമ്മ ആകെ ഞെട്ടിപ്പോവാണ്. അങ്ങനെ ഭാനുമ്മ കണ്ട ഉടൻ തന്നെ, വിനയ ഇതാര് എന്ന് ചോദിക്കുമ്പോൾ, എന്താ ഭാനുമ്മേ, അല്ല നിൻ്റെ ഈ മാറ്റം എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, അല്ല ഭാനുമ്മേ, ചെയ്തെല്ലാം തെറ്റായിപ്പോയി എന്ന കുറ്റബോധം എന്നിലുണ്ട്, അതുകൊണ്ട് എനിക്ക് ഭാനുമ്മയുടെ അനുഗ്രഹം വേണമെന്ന് പറഞ്ഞ് ഭാനുമ്മയുടെ കാൽക്കൽ വീഴുമ്പോൾ ഭാനുമ്മ പോലും ഞെട്ടിപ്പോവാണ് കേട്ടോ. മോനെ, നിൻ്റെ ഈ മാറ്റം എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല, എന്തായാലും എൻ്റെ കുഞ്ഞ് നല്ലതായി വരട്ടെ, നിൻ്റെ ആഗ്രഹങ്ങളെല്ലാം ദൈവം നിറവേറ്റി തരട്ടെ എന്നൊക്കെ ഇങ്ങനെ വിനയനോട് പറയുന്നു കേട്ടോ. ഇതേ സമയം മഞ്ചാടിക്ക് ഇങ്ങനെ അനുപമയും ചീരവും കൂടി ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഞ്ചാടി ഇങ്ങനെ കഴിച്ചിട്ട്, ഞാൻ പോട്ടെ, ഇപ്പോൾ തന്നെ ബസ് എപ്പോഴാണെന്ന് അറിയില്ല, അപ്പോൾ ദയ ഒരു സൈഡിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ നേരം വഴുകുമോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, മോളെ നീ ഇത് കഴിച്ചിട്ട് പോ എന്നിങ്ങനെ അനുഭവം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ, എനിക്ക് വേണ്ട, ബസ്സിൻ്റെ കാര്യമൊന്നും എനിക്കിവിടെ അറിയില്ല, ഞാൻ പോട്ടെ, എനിക്കാണെങ്കിലോ അച്ഛനെ ഒന്ന് കാണേണ്ട ആവശ്യമുണ്ട്, അത് കേട്ട ഉടനെ, അതെന്തിനാ, എനിക്ക് കുറച്ച് പണത്തിൻ്റെ ആവശ്യമുണ്ട്, പണം കിട്ടണം, ഒരു 2000 രൂപ കിട്ടണം, കാരണം കുറച്ച് നോട്ട് ബുക്കുകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങാൻ
വാങ്ങാനാണ്. അനുസരിച്ച് എനിക്ക് 2000 രൂപ തരുമോ? അത് കേൾക്കുന്ന അനുപം പറയണേ, ഇവിടെ രഘുവേട്ടനെയാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ രഘുവേട്ടനെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രഘുവേട്ടൻ നിനക്ക് തരും പണം എന്ന് പറയട്ടോ. അയ്യോ ഞാനില്ല, അവരോട് ചെന്ന് ചോദിക്കാം, രഘുവേട്ടൻ്റെ മുഖം കണ്ടാൽ തന്നെ പേടിയാവും, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ദയ പറയണേ, നീ ആരോട് ചോദിക്കേണ്ടടി, നിനക്കുള്ള പണം ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് ദയ 2000 രൂപ എടുക്കാൻ വേണ്ടി പോകുന്നു കേട്ടോ. അത് കാണുന്ന ഇവർ രണ്ടുപേരും ഞെട്ടിപ്പോവാണ്. എന്നാൽ ഈ സമയം സുശീലയാണ് കാണിക്കുന്നത്. സുശീല തൻ്റെ മകനോട് പറയണേ, എടാ അനുപമയായിട്ട് വിളിച്ചിരുന്നോ? ഇല്ല. എന്നാൽ നമുക്ക് നാളെ സത്യൻ്റെ ബന്ധുവീട്ടിലൊന്ന് പോകണം, സച്ചിയുടെ വീട്ടിൽ. അതെന്തിനാ അമ്മ പോകുന്നത്? അന്ന് പോയതല്ലേ. എടാ ഇത് നമ്മുടെ ആവശ്യമാണ്, വിവാഹം നടക്കുന്നുണ്ടോ നടക്കുന്നില്ലേ എന്ന് അറിയണ്ടേ. അതുകൊണ്ട് നമ്മുടെ ആവശ്യമായതുകൊണ്ട് തന്നെ വിവരങ്ങൾ സച്ചിയുടെ അടുത്ത് ചെന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. അപ്പോഴാണ് ഭാനുമ്മ കയറി വരുന്നത്. അങ്ങനെ ഭാനുമ്മയെ കണ്ട ഉടനെ സുശീല പറയണേ, ആഹാ ഭാനുമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഞാൻ വിചാരിച്ചു ഇന്ന് വരുന്നത് കാണാതിരുന്നപ്പോൾ ഭാനുമ്മക്ക് എന്തെങ്കിലും സംഭവിച്ചോ? അങ്ങനെ ദൈവം എന്നെ വിളിക്കില്ലല്ലോ, എൻ്റെ മകനാണ് സത്യൻ, അവൻ്റെ വിവാഹം കാണാതെ എന്നെ അങ്ങനെ ദൈവം വിളിക്കുമോ എന്നിങ്ങനെ പറയുന്നു കേട്ടോ. എന്നാൽ ഈ സമയം ഭാനുമ്മയുടെ ഈ വാക്കുകൾ കേട്ട് അത് സന്തോഷമാവുകയാണ് ഇന്ദ്രനും സുശീലക്കും. അങ്ങനെ ഭാനുമ്മ പറയണേ, എൻ്റെ ഇന്ദ്ര, ഇന്ന് ഞാനൊരു കാഴ്ച കണ്ടു. എന്ത്? ആ വിനയനില്ലേ, അവൻ അമ്പലത്തിൽ വന്നിരിക്കുന്നു. അത് കേൾക്കുന്ന ഇന്ദ്രൻ പറയാം, അവൻ അമ്പലത്തിലോ? എന്ത് ഈ പറയുന്നത്? ദൈവവിശ്വാസി അല്ലാത്ത അവനെ അമ്പലത്തിലോ? ആ അവൻ അമ്പലത്തിൽ വന്നിരിക്കുന്നു. എന്തായാലും അടിമുടി അവനെ ആകെ മാറിയിട്ടുണ്ട്. അത് കേട്ട ഉടനെ സുശീല പറയാൻ, എടാ എല്ലാവരും മാറൂടാ, നീ മാത്രം മാറില്ല. കാരണം നിനക്ക് മാത്രം ബോധം വരില്ല, എല്ലാവരും മാറും. ഈ പറയുന്ന വിനയൻ മാറി ഈ അനന്ത മാഷിൻ്റെ സ്വത്തുക്കളിൽ കൈയിടാൻ നോക്കും, അതുപോലെ തന്നെ ബാക്കിയുള്ളവരും. എന്നാൽ ഈ സമയം ശബരിയും ഇനി മാറും, ശബരിയും മാറി അങ്ങോട്ടേക്ക് എത്തും. അങ്ങനെ അനന്ത മാഷിൻ്റെ സ്വത്ത് എല്ലാവരും തട്ടിയെടുക്കും. എന്നാൽ നീ മാത്രം തട്ടിയെടുക്കില്ല, നിന്നെക്കൊണ്ട് മാത്രം അതിന് കഴിയില്ലല്ലോ, നീ ഇങ്ങനെ ഇത് പറഞ്ഞു നിന്നോ. അത് കേട്ട ഉടൻ തന്നെ സുശീലയോട് ഭാനുമ്മ പറയണം, അതിന് നീ നിൻ്റെ മകനെ പറഞ്ഞു വിടില്ലല്ലോ, ഞാനല്ലേ പറഞ്ഞു വിടാതിരുന്നിട്ടുള്ളൂ. ഇവന് ഏത് സമയവും അനുപമയെ കാണാൻ പോയിരുന്നല്ലോ, ഇപ്പോൾ ഇവൻ എന്താ പോവാത്ത? ഇപ്പോൾ ഇവൻ എന്തിനാ മാറി നിൽക്കുന്നത്? അപ്പോൾ ഉടൻ തന്നെ എന്തായാലും സ്വത്ത് വന്നപ്പോൾ സുശീലക്ക് അനുപമയെ വേണം എന്ന ഭാവത്തിൽ ഇങ്ങനെ സുശീലയെ ഇങ്ങനെ ഭാനുമ്മ നോക്കണം കേട്ടോ. അങ്ങനെ സുശീല പറയണേ, നീ ഇങ്ങനെ ഉറങ്ങി തൂങ്ങി ഇവിടെ ഇങ്ങനെ നിന്നോ, അവളെ നിനക്ക് വിളിച്ചില്ലെങ്കിൽ നീ അവളെ തിരക്കി അങ്ങോട്ടേക്ക് പോകണം, എന്നിട്ട് വിവരങ്ങൾ തിരക്കണം, കുഞ്ഞിൻ്റെ വിവരങ്ങൾ നീ അറിയണം. എന്തായാലും നീ ഇനി അങ്ങോട്ടേക്ക് പോയി അനന്തമാഷിൻ്റെ കൈക്കിൽ വന്നിരിക്കുന്ന സ്വത്തുക്കൾ ഓരോ മരുമക്കളും അങ്ങനെ കൈക്കലാക്കും. ശബരിയും ഇപ്പോൾ പിണക്കം മാറ്റി വരും. ഇപ്പോൾ വിനയനാണെങ്കിൽ നന്നായി എന്ന് പറയുന്ന അങ്ങനെ എല്ലാവരും അനന്തമാഷിനോട് ഒത്തുചേരുമ്പോൾ നീ ഒരു കാര്യം ചിന്തിക്കണം, നിനക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് കോടാനുകൂടി സ്വത്തുക്കളാണ്. അത് നിനക്ക് നഷ്ടപ്പെട്ടാൽ നീ മനസ്സിലാക്കും എന്നൊക്കെ പറഞ്ഞ് സുശീല കണ്ണു തുറപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞ് സുശീല അങ്ങ് പോകുന്നു കേട്ടോ. എന്നാൽ ഈ സമയം ഇതൊക്കെ കണ്ട് ആകെ ഞെട്ടിപ്പോവാണ് ഭാനുമ്മ. കാരണം ഒരിക്കലും അനുപമ എന്ന വാക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തി ഇന്നിപ്പോൾ അനുപമയെ കൂട്ടിക്കൊണ്ടുവരാൻ പറയുന്നത് കേൾക്കുമ്പോൾ തൻ്റെ മനസ്സിൽ അത് ഒരിക്കലും ഇത് സത്യമാണോ സ്വപ്നമാണോ എന്ന ഭാവത്തിൽ ഇങ്ങനെ ഭാനുമ്മ നിൽക്കണം കേട്ടോ. എന്നാൽ ഈ സമയം ഭാനുമ്മ പറയണം, മോനെ ഇന്ദ്ര, ഞാൻ കുറച്ച് ചായ കുടിക്കട്ടെ, ഒന്ന് ചായ കുടിച്ച് ക്ഷീണമൊക്കെ മാറ്റട്ടെ എന്ന് പറഞ്ഞ് ഭാനുമ്മ അകത്തോട്ട് പോകുമ്പോൾ ഇന്ദ്രൻ മനസ്സുകൊണ്ട് തീരുമാനിക്കുകയാണ്, ശരിയാണ്, ഞാൻ എന്നും അമ്മ പറയുന്നത് പോലെ സ്വത്തും മുതലും ഒന്നും വേണ്ടെന്ന് വെച്ച് ഓരോരുത്തർക്കും ഓരോന്ന് ദാനം ചെയ്യുമ്പോൾ എനിക്കൊന്നുമില്ലായ്മയിലോട്ട് പോവുകയാണ്. അപ്പോൾ എനിക്കും ഈ പറയുന്ന സ്വത്തുക്കൾ വേണം, അതുകൊണ്ട് ഞാനും ഇനി തീരുമാനമെടുക്കണം എന്നുള്ള ആ തീരുമാനത്തിൽ ഇന്ദ്രന് നിൽക്കുകയാണ്. അങ്ങനെ അനുപമയുടെ അടുത്തോട്ട് ഇന്ദ്രനും ചെല്ലാണ് കേട്ടോ. ഇതോടുകൂടിയാണ് ഇനി ഹർഷ എന്ന വ്യക്തിയുടെ ആ തനി നിറം ഇനി സുശീലയും ഇന്ദ്രനും കാണാനിരിക്കുന്നത് കേട്ടോ.